നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഒരു രോഗി മരിച്ചാലും വന്ന് ട്രീറ്റ് ചെയ്യില്ലെന്നാണോ നിന്റെയൊക്കെ ആറ്റിറ്റ്യൂഡ്? നഴ്സാണോ പോലും? അമ്മയെ വെച്ച് കെട്ടാനുള്ള തുണി കാണുന്നില്ലായിരുന്നു, അത് നോക്കുമായിരുന്നു. നിങ്ങൾ താളം ചവിട്ടാതെ അവളുടെ മുറിവ് വെച്ച് കെട്ടാൻ നോക്ക്. ശരി. നീറുന്നുണ്ടോ ചേച്ചി? കുറച്ചു സമയം നീറ്റിലുണ്ടാവും, എന്നാലും വേഗം ഉണങ്ങിക്കോളൂ. ഇത്രയും വലിയ വീഴ്ച വീണിട്ടും ആകെ ഉണ്ടായിരിക്കുന്നത് ഒരു ചെറിയ മുറിവാ. അതൊന്ന് വെച്ച് കെട്ടുന്നതിന് ഇത്രയും വലിയ ബിൽഡപ്പ്. ഈ ചെറിയ മുറിവിൽ മരുന്ന് വെച്ചപ്പോ അവക്ക് നീറ്റല്ലേ. അപ്പൊ ഒന്ന് പ്രസവിച്ച അവൾ ഈ കൈലാസം മൊത്തം കൂവിക്കൊണ്ട് ഓടുമല്ലോ. അങ്ങനെ സംഭവിക്കുമെന്നല്ല, പിന്നെ അവൾ ഈ കാണിക്കുന്ന ഷോ കണ്ടപ്പോ പറഞ്ഞു പോയതാ. ഗംഗേച്ചി, ഞാനിപ്പോ വരാം. കുറച്ചു നേരം ഇവിടെ ഇരിക്കണം, എങ്ങും പോകരുത്. ശരി. ഗംഗേ, ഇതെന്താ കൈക്കെന്താ പറ്റിയത്? എങ്ങനെ നീ വീണത്? പുറത്തിറങ്ങിയപ്പോ തട്ടി വീണതാ മഹേട്ടാ. ശ്രദ്ധിച്ച് നടക്കണമെന്ന് പറഞ്ഞ കേൾക്കേയില്ല. ഇതിപ്പോ തലയിടിച്ചോ മറ്റോ വീണിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഗംഗേ, സാരില്ല, ഇതുടനെ മാറിക്കോളൂ. പലരുടെയും പ്രാർത്ഥനയും സഹായവും കൊണ്ട് അധികമൊന്നും പറ്റിയില്ലല്ലോ. ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം എന്ന് കരുതിയാൽ മതി. വാ, മുറിയിൽ വന്ന് റെസ്റ്റ് എടുക്ക്. എഴുന്നേക്ക്, വാ. ഓ, ആശ്വാസമായി. അവനൊന്നും പറഞ്ഞില്ലല്ലോ. രാഹുൽ, എന്താ നീ ആലോചിക്കുന്നത്? ഇവളെ കൈവരിയുടെ അടുത്ത് വരെ മുണ്ടും തലയിലിട്ട് കെട്ടി തള്ളിക്കൊണ്ടു പോയത് ഞാനാ. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് നീ എന്നെയും വിളിച്ചോണ്ട് താഴേക്ക് ഓടിയതാ. അതിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ഞാൻ നോക്കുമ്പോ നീ അവിടെ കയ്യും വിടർത്തി വായും പൊളിച്ച് അനങ്ങാ പറയായിട്ട് നിക്കോ. അവളാണെങ്കി കെട്ടഴിക്കാനുള്ള ശ്രമത്തില്. കെട്ടഴിച്ച് നിന്നെ കണ്ട പിന്നെ എല്ലാം തീർന്നില്ലേ? അതുകൊണ്ട് ഞാനാ അവളെ തള്ളിയിട്ടത്. അല്ല, അപ്പോ അവൾക്ക് നമ്മളെ സംശയമൊന്നുമില്ലേ? അവള് കൂളായിട്ടിരിക്കുവായിരുന്നല്ലോ. സംശയം കാണുമായിരിക്കും, അറിയില്ല, നോക്കാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവള് താഴെ വീണ് ചത്തിരുന്നെങ്കിൽ കാല് തന്നെ താഴെ വീണതാന്ന് പറയായിരുന്നു. പക്ഷേ ഇതിപ്പോ എല്ലാം ഓപ്പോസിറ്റല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്നത്. അതല്ല, അവൾക്കിത് നമ്മളാണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടും അവളിത് മഹേട്ടിനോട് പറഞ്ഞില്ലല്ലോ. അതെന്തായിരിക്കും? നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നമ്മളെ പേടിച്ചിട്ട് പറയാത്തതായിരിക്കും. അവളുടെ നോട്ടവും ഭാവവും കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല നാത്തുനെ. പിന്നെ എന്താ തോന്നിയത്? നമുക്കെതിരെ അവൾ എന്തോ വലുതു മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതെന്താന്ന് ദൈവത്തിന് അവക്ക് മാത്രം അറിയാം. ഗംഗേ, ഗൗരി ചേച്ചി, നിനക്ക് നല്ല വേദനയുണ്ടോ? സാരല്ല ചേച്ചി. നീ എന്തിനാ ഗംഗേ ആ ദുഷ്ടന്മാരെ രക്ഷിച്ചത്?
നിനക്ക് എല്ലാ സത്യവും മഹിയേട്ടനോട് തുറന്നു പറയായിരുന്നില്ലേ? ഞാനൊന്നും പറയാതിരുന്നത് അവരെ രക്ഷിക്കാനല്ല ചേച്ചി. പിന്നെ ആ രാഹുലിന്റെയും ശ്രേയയുടെയും മറ്റും തനി നിറം മഹിയേട്ടന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള നല്ല അവസരമായിരുന്നില്ലേ നീ പാഴാക്കിയത്? സംഭവിച്ച കാര്യങ്ങള് ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ മഹിയേട്ടൻ വിശ്വസിക്കായിരുന്നില്ല ചേച്ചി. അതെന്നെ കള്ളിയാക്കാനുള്ള അവസരമായിട്ട് അവരെടുത്തേനെ. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും ഉയരത്തിൽ നിന്ന് ഞാൻ വീണതെന്ന് എങ്ങനെ ഞാൻ മഹിയേട്ടനോട് പറയും? ടെറസിൽ നിന്ന് വീണാൽ ഈ നിസ്സാര പരിക്കുകളാവില്ലല്ലോ എനിക്കുണ്ടാവുക. അപ്പോ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കൂടി പറയേണ്ടി വരും. നമുക്കത് മഹിയേട്ടനോട് പറയാൻ സാധിക്കില്ലല്ലോ. ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. നീ ചെയ്തതാ ശരി. എന്നെക്കുറിച്ച് മഹിയേട്ടനോട് പറയാൻ സാധിക്കാത്തടത്തോളം കുറെ കാര്യങ്ങൾ നമുക്ക് രഹസ്യമായി വെക്കേണ്ടി വരും. അതെ, ഇപ്പോഴത്തെ അവസ്ഥയില് ചേച്ചിയെക്കുറിച്ച് മഹിയേട്ടനോട് പറഞ്ഞ അദ്ദേഹത്തിനത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അതെ, മഹിയേട്ടൻ വിഷമിക്കാൻ പാടില്ല. ഞാൻ ഇപ്പോഴും എന്റെ മഹിയേട്ടനെയും കുഞ്ഞിനെയും ഓർത്ത് അലഞ്ഞു നടക്കുകയാണെന്ന് അറിഞ്ഞ ആ മനസ്സത് താങ്ങില്ല. അതൊക്കെ കൊണ്ടാ തൽക്കാലത്തേക്കെല്ലാം ഞാൻ മറച്ചു വെച്ചത്. നന്നായി എന്ന് കരുതി ഇത് ചെയ്തവര് രക്ഷപ്പെട്ടൊന്നും കരുതണ്ട. നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. എന്തായാലും കൂടുതലൊന്നും സംഭവിക്കാതെ ചേച്ചി എന്നെ രക്ഷിച്ചല്ലോ, അത് തന്നെ ഭാഗ്യം. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ ചേച്ചിയോട് നന്ദി പറയേണ്ടത്? ഞാൻ നിന്നോടല്ലേ ഗംഗെ നന്ദി പറയേണ്ടത്? നീ ജീവിക്കുന്നത് തന്നെ എന്റെ മാളൂനും മഹിയേട്ടനും വേണ്ടിയല്ലേ. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ചെകുത്താന്മാർക്കിടയിൽ എന്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടേനെ. അവളുടെ മുഖത്ത് ഇന്നും ചിരി മായാതെ നിൽക്കുന്നതിന് ഒരേ ഒരു കാരണം നീയാ ഗംഗെ. നീ കൂടെ ഉണ്ടെങ്കിലേ എന്റെ മുഖം സന്തോഷം ഉണ്ടാവും. മഹിയേട്ടനും മാളവും എന്നും സന്തോഷമായി ഇരിക്കണം. അതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവും. മാളോ എന്റെയും കൂടി മോളല്ലേ ചേച്ചി? അവളെ പൊന്നുപോലെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? നിന്റെ ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് ചെയ്താലാ മതിയാവുന്നേ? നിന്നെ ദ്രോഹിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല ഗംഗെ. നീ മഹിയേട്ടന്റെ അടുത്തുനിന്ന് അവരെ രക്ഷിച്ചപ്പോ ഇനി ഒരു പ്രശ്നവും ഇല്ലാന്ന് കരുതി സന്തോഷിക്കാവും എല്ലാവരും. ആ സന്തോഷം അവസാനിപ്പിക്കും ഞാൻ. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ രക്ഷിച്ചതിന് പിന്നിൽ ചേച്ചിയാവുന്ന് ഇപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി കാണും. ഞാൻ നിനക്കൊപ്പം ഉള്ളിടത്തോളം നിനക്കൊരു ആപത്തും വരില്ല. അവർക്ക് കൊടുക്കേണ്ടത് എന്താന്ന് എനിക്കറിയാം. അത് താമസിയാതെ ഞാൻ അവർക്ക് കൊടുക്കും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. ഇത് പെയിൻ കില്ലർ കഴിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ട്. നല്ല വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊന്നും വേണ്ട മഹിയേട്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ വേദന സഹിക്കാനാണോ പാവം? മഹിയേട്ടൻ തടവി തന്നപ്പോ തന്നെ ആശ്വാസമായി. ആഹാ, അത് കൊള്ളാലോ. എങ്കിൽ വേദന മുഴുവൻ മാറട്ടെ. അയ്യോ മതി മഹിയേട്ടാ, മഹിയേട്ടൻ ബുദ്ധിമുട്ടുണ്ടാ? നിന്റെ കാല് തടവുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണോ? മഹിയേട്ടന്റെ ഈ സ്നേഹം മാത്രം മതി എന്റെ എല്ലാ വേദനയും മാറാൻ. എന്റെ സ്നേഹം എന്നും നിനക്ക് മാത്രം അവകാശപ്പെട്ടത് ഗംഗേ.
എന്റെ പുണ്യാണ് മഹേട്ട. മഹേട്ടന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയുന്നത് എന്റെ ഭാഗ്യാണ്. ശ്രീ മഹേശ്വരൻ എനിക്ക് തന്ന മഹാഭാഗ്യം. എടോ, സത്യത്തിൽ ഭാഗ്യം ചെയ്ത് ഞാനാ. ഗംഗ എനിക്കൊരു ഭാര്യ മാത്രമല്ല, എന്റെ മോൾക്ക് അവളുടെ അമ്മയെ തന്നെ തിരിച്ചു കിട്ടിയില്ലേ. അതിനപ്പുറം എന്ത് ഭാഗ്യം എനിക്ക് വേണ്ടത്? ഇങ്ങനൊന്നും പറയല്ലേ മഹേട്ട. എന്നും ഇങ്ങനെ മഹേട്ട സ്നേഹം അനുഭവിച്ച് കഴിയണം, അതാ എന്റെ പ്രാർത്ഥന. നീ എന്നും എനിക്കൊപ്പം തന്നെ ഉണ്ടാവും. ആ ഗംഗയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് വരുന്നുണ്ട്. നമ്മൾ എത്ര കൊല്ലാൻ നോക്കിയിട്ടും കാര്യമില്ല. അവളങ്ങനെ എളുപ്പത്തിലൊന്നും മരിക്കില്ല. അത് ശരിയാ. ഇപ്പൊ എത്ര വട്ടം നമ്മൾ ശ്രമിച്ചു, ഒരു രക്ഷയില്ലല്ലോ. ഇപ്പതേ വീടിന്റെ മുകളിൽ നിന്ന് ഇത്ര ഉയരത്തിൽ നിന്ന് വീണിട്ട് പോലും അവക്ക് ഒരു കുഴപ്പമില്ലല്ലോ. തൽക്കാലം എല്ലാം സഹിക്കുക മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. ആ ഭദ്രൻ അവളുടെ കസ്റ്റഡിയിലായിപ്പോയില്ലേ? അതെ, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങുന്നത്. എടുത്തു ചാടാൻ പാടില്ല രാഹുൽ. എടുത്തു ചാടിയ ദോഷം നമുക്ക് മാത്രമാ. ഇപ്പോൾ ഗംഗ പറയുന്നത് അനുസരിച്ചേ മതിയാകൂ. അവള് കളിച്ച് കളിച്ച് എന്റെ ജീവിതത്തിൽ വരെ കയറി അഭിപ്രായം പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അവളുടെ വാക്ക് കേട്ട് ഞാൻ രാജിയോട് സ്നേഹം കാണിക്കുന്നതിനപ്പുറം ഗതികേട് വേറെ എന്താണുള്ളത്? രാഹുൽ പറഞ്ഞത് ശരിയാ. അവളെ പേടിച്ചങ്ങനെ എല്ലാം അനുസരിക്കാൻ തുടങ്ങിയ അവളുടെ അഹങ്കാരം കൂടും. അതേ നാത്തൂനെ, അല്ലെങ്കിൽ തന്നെ കൈലാസത്തിലെ കെട്ടിലമ്മയാണെന്നുള്ള ഭാവം അവക്ക്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, ഞാനും അത് അംഗീകരിക്കുന്നു. എന്ന് കരുതി സ്വയം അപകടത്തിലേക്ക് ചാടണോ? നമ്മളെ വീഴ്ത്താൻ പറ്റുന്ന ഏറ്റവും വലിയ തുറപ്പുചിട്ടാണ് ഭദ്രൻ. എങ്ങനെയും ഭദ്രനെ ഗംഗയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ നാശത്തിന് അടിമയായിട്ട് കഴിയേണ്ടി വരും. അതിന് ശ്രമിക്കാം. അതുവരെ നീ രാജിയുടെ സ്നേഹത്തിൽ വേണം പെരുമാറാൻ. രാജി നിന്നെപ്പറ്റി ഒരു കംപ്ലൈന്റെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഗംഗ ഭദ്രനെ രംഗത്തിറക്കും. അതെപ്പോഴും ഓർമ്മ വേണം. അവരുടെ ഔദാര്യം കൊണ്ട് രക്ഷപ്പെട്ട് നടക്കുന്നതിലും ഭേദം ജയിലിൽ പോയി കിടക്കുന്നതാ. ആന്റി പറയുന്നത് പോലെ രാഹുൽ അനുസരിക്കുന്നതാ നല്ലത്. ഈ കേസിന്റെ പേരിൽ ജയിലിൽ കയറേണ്ടി വന്നാ പിന്നെ മഹേടിന്റെ മുന്നിലും എന്നും തെറ്റാരനായിട്ട് നിൽക്കേണ്ടി വരും. ആ നാശം പിടിച്ചവള് എന്ത് ചെയ്തിട്ടാണോ എപ്പോഴും ഇങ്ങനെ ജയിക്കുന്നത്? ഇപ്പൊ അവൾ ആഗ്രഹിക്കുന്ന പോലെയാ കാര്യങ്ങളെല്ലാം നടക്കുന്നേ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ഗംഗയുടെ ഈ വിജയം ശാശ്വതമല്ല. വൈകാതെ കളി അവളുടെ കൈവിട്ടു തുടങ്ങും. തൽക്കാലം ഗംഗയെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു മാർഗം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇടയ്ക്കിടയ്ക്ക് അവൾ എങ്ങോട്ട് പോകുന്നുണ്ട്, അത് എവിടെയാണെന്ന് അറിയണം. അതെ, അവള് ഇടയ്ക്ക് എവിടെ നിന്നും പോകുന്നത് ഭദ്രന്റെ അടുത്ത് തന്നെയായിരിക്കും. നീ വിഷമിക്കാതെ രാഹുൽ, ഉടൻ തന്നെ നമ്മൾ ഭദ്രനെ കണ്ടെത്തിയിരിക്കും. എന്തു പറ്റി ഗംഗ? ഒന്നുമില്ല മഹേട്ടാ, ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതാ. ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ ഗംഗെ? അപ്പൊ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. ഇപ്പൊ സമയം എത്രയേ? ശരി, കഴിക്ക്. കഷ്ടപ്പെടണ്ട, ഞാൻ വരുത്തരാം. വേണ്ട മഹേട്ടാ, ഞാൻ കഴിച്ചോളാം. കഴിക്കാൻ ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. മാളുവിനാണെങ്കിലും ഗൗരിക്കാണെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞാൻ വാരി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സോ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ, ഗംഗയുടെ കയ്യിലെ മുറിവ് ഭേദമാകുന്നവരെ ഗംഗയ്ക്കിനി ഞാനാണ് ഭക്ഷണം തരുന്നത്. അയ്യോ ഞാൻ വാരി തരുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. മഹേട്ടിന് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഇതൊക്കെ എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ.
പിന്നെ ഇതൊക്കെ ആരെങ്കിലും കണ്ട പൈങ്കിളിയാണെന്നോ ക്രഞ്ചാണെന്നോ ഒക്കെ തോന്നും. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തിരുന്നാ മതി, മനസ്സിലായോ? ക്രിഞ്ചോ എന്നുവെച്ചാൽ എന്താ? എന്ന് വെച്ചാ ഇപ്പോ ഞാൻ നിനക്ക് വാരി തരിക, ഉം, അതിപ്പോ അമ്മയോ ശ്രേയോ വേറെ ആരെങ്കിലും കണ്ടെന്ന് വെക്കാം. ഉം. അപ്പോ അവരുടെ മനസ്സിൽ ഞാൻ നിനക്ക് ഭക്ഷണം വാരി തരുന്നതിനെ കുറിച്ച് അയ്യേ ഇവരെന്തീ കാണിക്കുന്നതെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ക്രിഞ്ച് എന്ന് പറയുന്നത്. അല്ല ഇപ്പൊ ഞാൻ ഫുഡ് വാരി തരുകയല്ലേ, അല്ലാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കല്ലോ. കഴിക്ക. മഹേട്ടനെ എനിക്ക് കിട്ടിയതിൽ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് അറിയോ? ഓഹോ അങ്ങനെയാണോ? അതെ. ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പണ്ട് എനിക്ക് തോന്നിയിരുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്തിനാണെന്ന്. എല്ലാവരും ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഇങ്ങനെ പറയാൻ മാത്രം ഇത്ര പ്രത്യേകത എന്നാ? സത്യം പറഞ്ഞാൽ അതൊരു ഫീലിംഗാ. നമ്മുടെ കാര്യം ശ്രദ്ധിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെറിയ ചെറിയ തെറ്റുകളുണ്ടാകുമ്പോൾ ശാസിക്കുകയും അത് കഴിഞ്ഞ് അതിനേക്കാളൊക്കെ 100 ഇരട്ടി സ്നേഹിക്കുകയും ചെയ്യുന്ന ആളെ കിട്ടുക, അതൊരു ഭാഗ്യം തന്നെയാണ്. അതൊരു പെണ്ണിന് കിട്ടുന്ന പുണ്യം. മഹേട്ടൻ സ്നേഹത്തോടെ എന്നോട് പെരുമാറുമ്പോൾ, ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ശരീരത്തിന് ഭാരമില്ലാതെ മഹേട്ടൻ്റെ നെഞ്ചിലേക്ക് അലിയുന്ന പോലൊരു ഫീലിംഗാ. അത്രയ്ക്ക് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഗംഗേ? ഉണ്ട് മഹേട്ടാ. എനിക്കിനി ഒരു 100 ജന്മം ഉണ്ടെങ്കിലും മഹേട്ടൻ്റെ ഭാര്യയായാൽ മതി. മഹേട്ടൻ എൻ്റെ ഓരോ ശ്വാസത്തിലും ഉണ്ടാവും. നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഇത്രമാത്രം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ശരി, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഇത് കഴിക്കുക. ഇത് കണ്ടില്ലേ? കണ്ടോട്ട് നിന്നോ. ഇവിടെ വെച്ചൊന്നും സംസാരിക്കണ്ട, നമുക്ക് മുറിയിലേക്ക് പോവാം. നമ്മൾ എന്ത് ചെയ്താലും എന്താ എന്റെ ഇങ്ങനെ ആവുന്നേ? അവളെ കൊല്ലാൻ വേണ്ടി കാണിച്ചു കൂട്ടി ഓരോ കാര്യങ്ങളും അവൾക്കിപ്പോ അനുഗ്രഹം ആവാ. നീ കുറച്ചുകൂടി ക്ഷമിക്ക് ശ്രേയേ, എല്ലാം ശരിയാവും. എന്ത് ശരിയാവാൻ? മഹിയേട്ടൻ ഇപ്പൊ അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അമ്മ. നീ വിഷമിക്കാതെ മോളെ. ഇതൊക്കെ കണ്ടാ പിന്നെ എനിക്ക് വിഷമം തോന്നില്ല. മഹിയേട്ടൻ എന്റെയാ. എന്നെങ്കിലും മഹിയേട്ടൻ എന്റേതാവൊന്നും എന്നെ സ്നേഹിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. അത് സംഭവിക്കും. മഹിക്ക് ശാശ്വതമായൊരു ദാമ്പത്യം നിനക്കൊപ്പം മാത്രമായിരിക്കും. എന്തിനാ നാത്തൂനെ എന്റെ മോൾക്ക് വീണ്ടും പ്രതീക്ഷ കൊടുക്കുന്നേ? മഹി ഗംഗയെ പൂർണ്ണ അർത്ഥത്തിൽ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഇല്ല ഹൈമവതി, ഗംഗ ഒരിക്കലും കൈലാസത്തിന്റെ മരുമകളായി വാഴില്ല. ഗംഗയും മഹിയുമായി നടന്ന ഈ വിവാഹത്തെ ഒരു വാഴക്കല്യാണമായിട്ട് മാത്രം കണ്ടാ മതി. ആന്റിയുടെ ഈ വാക്കുകൾ വിശ്വസിച്ചാ ഞാൻ ഓരോ സ്വപ്നങ്ങളും കാണുന്ന. പക്ഷെ എനിക്ക് എപ്പോഴും വേദനിക്കേണ്ടി വരുവാ. ഇവളുടെ അവസ്ഥ കാണുമ്പോ എനിക്ക് നല്ല വേദനയുണ്ട് നാത്തൂനെ. ഞാൻ ജീവിക്കുന്നത് തന്നെ ഇവൾക്ക് വേണ്ടിയാ. അവസാനം ഇവൾക്ക് നല്ലൊരു ജീവിതം ഇല്ലാതെ പോവോ? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേ. എല്ലാത്തിനും ഉടനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. അവൾ അവസാനിക്കുന്നത് കാണാൻ കൊതിച്ചിട്ടാ ഞാൻ ടെറസിൽ നിന്ന് തള്ളിയിട്ടത്. പക്ഷെ അവൾക്കത് കൂടുതൽ ഭാഗ്യമായി മാറി. സഹതാപത്തിന്റെ പേരില് മഹിയേട്ടന്റെ സ്നേഹവും കെയറും കൂടുതൽ കൂടുതൽ അവൾക്ക് കിട്ടുന്നത് കാണേണ്ടി വരുന്ന എന്റെ വിഷമം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല.
നിന്നെ എനിക്ക് മനസ്സിലാവും ശ്രേയെ. പക്ഷേ നമുക്ക് ചില പരിമിതികളുണ്ട്. അത് അംഗീകരിച്ചേ മതിയാകൂ. എന്തൊക്കെ വേണമെങ്കിലും സഹിക്കാം, എത്ര വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. പക്ഷെ എന്റെ മഹിയേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാൻ പറ്റുമോ? ഇല്ല അല്ലേ? എനിക്കറിയാം മഹിയേട്ടൻ എന്റേതാകുന്നുള്ളത് എന്റെ വ്യാമോഹം മാത്രമായിട്ട് അവസാനിക്കും. അങ്ങനെയല്ല ശ്രേയെ. അങ്ങനെ ആവരുത്. അങ്ങനെ ആയാ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല. നശിപ്പിക്കും ഞാനില്ല. ഗംഗേ, ഗൗരി ചേച്ചി, എന്താ ഗംഗേ, വലിയ സന്തോഷത്തിലാണല്ലോ. സത്യ ചേച്ചി പറഞ്ഞത് മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും കാര്യം പറ. നിനക്ക് സന്തോഷമുള്ള കാര്യം എനിക്കും സന്തോഷം തന്നെ ആയിരിക്കും. അതെ, ഉറപ്പായിട്ടും ചേച്ചിക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാ. എങ്കിൽ കാര്യം പറ. സത്യം പറയാലോ ചേച്ചി, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയത്തുകൂടിയാ ഞാനിപ്പോ കടന്നു പോകുന്നത്.